ഭക്ഷണം സമ്പാദിക്കുവാൻ ആദിപിതാവായ ആദം വഴി ഞങ്ങളുടെ കർത്താവ് കോടിയിലെങ്കിൽ ഉപജീവനത്തിനുവേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് ഭവനം പണി നൽകിൽ പണിക്കാരധ്വാനം നിഷ്ഫലമാകുന്നു. എന്റെ സഹോദരി സഹോദരസ്ലിയ സഹോദരരെ അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എങ്ങനെയാണ് കർത്താവ് കോടിയിലെങ്കിൽ ഉപജീവനത്തിനുവേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് ഭവനം പണി നൽകിൽ പണിക്കാരധ്വാനം നിഷ്ഫലമാകുന്നു. എന്റെ സഹോദരി സഹോദരസ്ലിയ സഹോദരരെ അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തിന്റെയും രക്ഷാകര പ്രവൃത്തികളുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപം ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നതും ഭാരം വഹിക്കുന്നതുമാണ് നിങ്ങളുടെ അടുക്കൽ ദൈവനെ നല്ല ചെയ്ത മിശിഹായെ അങ്ങയുടെ പക്കൽ നിരന്തരമാണെങ്കിൽ ഈ രൂപം നിങ്ങൾക്ക് പ്രേരണയേർപ്പെടട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളിൽ സ്ഥാപനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ലഭിച്ചുകൊടുന്നവരുടെ യാചനകൾ സ്വീകരിച്ച് അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും നന്മയെ നിലനിർത്തുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആശീർവദിക്കണമേ. അങ്ങയുടെ വരദാനം നൽകി യേശോപ്പിനെയും ഉടമസ്ഥരെയും ഇതിൽ ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കാനിടയാകട്ടെ. അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഈ സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധത്തിന് നിദാനമാവുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഇഷ്ടം കൂടെ